നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. സിനിമാ സെറ്റുകളിൽ പീഡന വീരന്മാർ തലയിൽ മുണ്ടിട്ടോടിയ ടീംസിനെ പൊക്കിപ്പോൾ ഞെട്ടി മലയാളി. ഹെമ്മേ ഹെമ്മേ ഹെമ്മെ 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 ഓ ഹെമ്മേ ഹെമ്മേ ഹെമ്മെ 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 ഹെമ്മച്ചേന്നും വിളിച്ചു കരഞ്ഞു. അതാ നല്ലത്. സിനിമാക്കാർക്ക് പ്രാണവേദന, മാപ്രകൾക്ക് വീണവായന. സിനിമാക്കാർക്ക് പ്രാണവേദന, മാപ്രകൾക്ക് വീണവായന. അർമാദിക്കട, ആഘോഷിക്കട തെണ്ടികളെ. ഹെമ്മയുടെ മക്കൾ ചാനലുകാരെ തെറി വിളിക്കുകയാണ്. മക്കൾക്ക് മാപ്രകൾ ഇപ്പോൾ എപ്പിഡപ്പിയാണെന്ന്. അതെ അണ്ണന്മാരെ, വെടിപ്പുരയ്ക്ക് തീ പിടിച്ചത് നാട്ടാരെ അറിയിച്ച മാധ്യമങ്ങളാണ് ഇപ്പൊ കുറ്റക്കാര്. അതായത് ജയസൂര്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? അതെ, അതാണ് നമുക്കും ചോദിക്കാനുള്ളത്. കാണിക്കാം, പക്ഷെ പറയാൻ പാടില്ല അല്ലയോ. എന്റെ പൊന്നടാവേ, ചാനലുകാർക്ക് കരയ്ക്കൂടെയും പറ്റൂല, വെള്ളത്തിൽ കൂടെയും പറ്റൂല. വാർത്ത കൊടുത്താൽ സിനിമാക്കാരുടെ രോദനം TRPക്ക് വേണ്ടി പൊലിപ്പിച്ച് കാണിക്കുന്നേന്ന്. വാർത്ത കൊടുത്തില്ലേലോ മലയാളി പറയും നടന്മാരെ രക്ഷിക്കുന്ന മാപ്രകൾ. അതെ, പിടിച്ചോ എന്റെ രാജിക്കത്ത്. അല്ല പിന്നങ്ങോട്ട് നിങ്ങൾ ഏതായാലും ഒന്ന് തീരുമാനിക്കുക കേട്ടോ. നമ്മള് പറയണോ അതോ പറയണ്ടേത്? അയ്യേട്ടാ, ഞാനിപ്പോ രാജിവെക്കാൻ നോക്കിയിരുന്നു. യവന്മാര് കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മള് പറയും. അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും പറയും. പിടിച്ചില്ലെങ്കിൽ ഹെമ്മേ നാ കേസോട്. അല്ല പിന്നെ. ബൈ ദുബായ്, നമുക്ക് കാര്യത്തിലേക്ക് വരാം. കൊല്ലത്തെ കോഴി മുകേഷ് രാജിവെക്കണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം. അതെ, അണ്ണൻ സഖാത്തികളുടെ കഥകയിൽ മുട്ടട്ടെ, അപ്പോൾ രാജിവെപ്പിക്കാന്ന്. അതാണോ നയം? ശ്രീമതിയുടെ റിക്ടർ സ്കെയിലിൽ മുകേഷ് അണ്ണന്റെ പീഡനം രേഖപ്പെടുത്താൻ പോലുമുള്ള തീവ്രതയില്ലാന്ന്. അച്ചോടാ, അടുത്ത പീഡനം വരുമ്പോൾ ഉറപ്പായും പരിഗണിക്കും. ഓ, പീഡനത്തിനുള്ള ഏർപ്പാടും ചെയ്തു കൊടുക്കാൻ തുടങ്ങിയോ പാർട്ടി? നല്ലതാ. പക്ഷേ അണ്ണൊരു പേടി തുടങ്ങിയിട്ടുണ്ട്. കാറിൽ നിന്ന് MLA ബോർഡൊക്കെ എടുത്ത് മാറ്റിയാണ് ഇപ്പോഴത്തെ യാത്ര. നാട്ടാരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അവര് പിടിച്ച് തെങ്ങുമേ കെട്ടിയിടും. അത് തന്നെ കാരണം. കഴിഞ്ഞ ദിവസം അണ്ണന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ഇരച്ചെത്തിയ പെണ്ണുങ്ങൾ ഗേറ്റൊക്കെ ചവിട്ടി അങ്ങ് പൊളിച്ചായിരുന്നു. ഉടനെ അണ്ണൻ പിന്നാമ്പുറം വഴി ഇറങ്ങി ഓടി നേരെ എറണാകുളത്തിന് വെച്ചങ്ങ് പിടിച്ചു. പോണ പോക്കിന് നാട്ടാര് കൈവെക്കാതിരിക്കാൻ MLA ബോർഡ് തൂക്കി ഒരൊറ്റ ഏറായിരുന്നു. അയ്യോട്ടാ, പിറ്റാണ്. പിണറായിക്ക് സന്തോഷിക്കാം, ബെസ്റ്റ് ആൾക്ക് MLA കസേര കൊടുത്തത്. ഇടത് കക്ഷം പൊള്ളി നിൽക്കുക. നടന്മാരുടെ പീഡനങ്ങൾ തട്ടിയിട്ടും മുട്ടിയിട്ടും പാർട്ടിക്ക് ഇപ്പോൾ നടക്കാൻ മേല. ചേട്ടാ, ഇതിപ്പോ വല്ലവന്റെ ഗർഭം പേറേണ്ട ഗതികേടാണല്ലോ പാർട്ടിക്കിത്. പാർട്ടിയിലുള്ളവർ ഉണ്ടാക്കുന്ന ഗർഭം താങ്ങാൻ തന്നെ ശേഷിയില്ല. അതിന്റെ കൂട്ടത്തിലാണ് ഇനി സിനിമാക്കാരുടേതും കൂടി. സിനിമാക്കാർക്ക് കേറാനായിട്ട് തുറന്നിട്ട പിൻവാതിൽ പാർട്ടി അങ്ങ് അടച്ചു പൂട്ടിയിട്ടുണ്ട്. ഈ പിൻവാതിൽ നിയമനം അത്ര പ്രോത്സാഹിപ്പിക്കണ്ട എന്നാണ് ഗോവിന്ദൻ സഖാവിന്റെ തീരുമാനം. നല്ലതാ. ഹെമ്മയുടെ മക്കൾക്ക് പീഡന കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഗപ്പ് കൊടുക്കുമോ എന്തോ. ജയസൂര്യ അണ്ണന്റെ കേസ് തന്നെ 3 ആയിട്ടുണ്ട്. അണ്ണൻ ഇത് ഒരു കാര്യം ഓർക്കണം കേട്ടോ, ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം ഒന്നും അല്ല. സിദ്ദിഖ വെറൈറ്റി പീഡന മുറകളാണത്രേ. പണിപാലും വെള്ളത്തിൽ കിട്ടുമ്പോൾ ഹെമ്മയുടെ മക്കൾ സംഘഗാനം തുടങ്ങിയിട്ടുണ്ട്. വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ. പരീക്ഷ ഏതാണ്? ആമേൻ ആമേൻ ആമേൻ. മതിയോ? ഇനിയും പലതും പുറത്തേക്ക് വരാനുണ്ട്. അപ്പൊ നമുക്ക് കാണാം.